കുപ്രസിദ്ധ ഗോണ്ടനാമോ ജയിലറുകളിലേക്ക് 30,000 മനുഷ്യരെ കൊണ്ടുതള്ളാനുള്ള വിവാദ ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലെത്തിയാൽ പിന്നീട് ഒരിക്കലും മോചനമില്ലെന്ന് കരുതപ്പെടുന്ന ലോകത്തിലെ തന്നെ അതിക്രൂര നടപടികൾക്ക് കുപ്രസിദ്ധിയാർജിച്ച ജയിലാണ് ക്യൂബയിൽ സ്ഥിതി ചെയ്യുന്ന ഗോണ്ടനാമോ ബേ എന്നറിയപ്പെടുന്ന ഗോണ്ടനാമോ ജയിൽ. ഗോണ്ടനാമോ ബേയിലെ US നാവിക താവളത്തിൽ വലിയ തോതിലുള്ള കുടിയേറ്റ തടങ്കൽ കേന്ദ്രം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പുവെച്ചു. 30,000 നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ പാർപ്പിക്കാനാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിർദ്ദേശം. അനധികൃത കുടിയേറ്റം തടയാനുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് അദ്ദേഹം തന്നെ ഇതിന് നൽകുന്ന വിശദീകരണം. ഗോണ്ടനാമോ ബേയിലെ നാവിക താവളം വളരെ കാലമായി ഒരു വിവാദ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. പ്രധാനമായും 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിദേശ ഭീകരവാദ പ്രതിനിധികളെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ക്രൂരമായ ടോർച്ചറിങ്ങിന് പേരുകേട്ട ഇടമാണിത്. അതേസമയം തന്നെ തീരെ അറിയപ്പെടാത്ത കുടിയേറ്റ തടങ്കൽ കേന്ദ്രവും ഇവിടെയുണ്ട്. ട്രംപിൻ്റെ ഉത്തരവ് വന്നതോടെ ഈ സൗകര്യത്തിൻ്റെ ശേഷിയും റോളും വളരെയധികം വികസിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഗോണ്ടനാമോ ബേയിലെ മൈഗ്രൻ്റ് തടങ്കൽ കേന്ദ്രം വളരെ രഹസ്യമായാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങളും മറ്റും അജ്ഞാതമാണ്. അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിലൂടെ അതിൻ്റെ അസ്തിത്വം അടുത്തിടെയാണ് കുറച്ചെങ്കിലും വെളിപ്പെട്ടത്. കസ്റ്റഡിയിലെടുത്തവരുടെ ജീവനെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന തരത്തിൽ സ്ഥാപനത്തിലെ നിലവാരമില്ലായ്മ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറ്റവും മോശമായ ക്രിമിനൽ കുറ്റവാളികളിൽ നിന്ന് അമേരിക്കക്കാരെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനാണ് ഇപ്പോഴത്തെ ഉത്തരവെന്നാണ് ട്രംപിൻ്റെ ഭാഷ്യം. അപകടകാരികളും നമ്മുടെ രാജ്യത്ത് തുടരാൻ അനുവദിക്കാത്തവരുമായ വ്യക്തികളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നതെന്നും അവരെയാണ് ജയിലിലയക്കാൻ പോകുന്നതെന്നും ട്രംപ് പറയുന്നു. അതിർത്തി അധിനിവേശം തടയുന്നതിനും ക്രിമിനൽ സംഘങ്ങളെ തകർക്കുന്നതിനും ദേശീയ പരമാധികാരം പുനഃസ്ഥാപിക്കുന്നതിനുമാണ് ഈ ബില്ലെന്നാണ് ഉത്തരവ് പറയുന്നത്. അതേസമയം കുടിയേറ്റക്കാരെ തടങ്കലിലാക്കാൻ ഗോണ്ടനാമോ ബേ ഉപയോഗിക്കാനുള്ള ട്രംപിൻ്റെ തീരുമാനത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ക്രൂരതയുടെ പര്യായമായ ഗോണ്ടനാമോ ജയിൽ അടച്ചുപൂട്ടുന്നതിനായി ദീർഘകാലമായി പ്രചാരണം നടത്തുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണൽ നടപടിക്കെതിരെ നിലപാട് ശക്തമാക്കിയിട്ടുണ്ട്. ക്യൂബൻ സർക്കാരും വാർത്തയോട് നിശിതമായി പ്രതികരിച്ചു. വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് പരില്ല പദ്ധതിയെ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും മനുഷ്യ അന്തസ്സിൻ്റെയും ലംഘനമാണ് എന്നാണ് പറഞ്ഞത്. ദീർഘകാല പാട്ടക്കരാർ പ്രകാരം ക്യൂബൻ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഗോണ്ടനാമോ ബേ സൗകര്യം തുടർച്ചയായി ഉപയോഗിക്കുന്നതിനെ റോഡ്രിഗസ് അമേരിക്കയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. Waytonikah.com, the exclusive Muslim matrimonial site.